ഇത് പാനൂർ ബോംബ് സ്ഫോടനത്തിൽ 4 പേർ കസ്റ്റഡിയിൽ. സ്ഫോടനം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. കോയമ്പത്തൂരിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരാളെ പിടികൂടിയത് പാലക്കാട്ട് വെച്ചാണ്. ബോംബ് നിർമ്മാണ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന എല്ലാവരെയും തിരിച്ചറിഞ്ഞു. അർജുൻ കല്യാട്, കൂടുതൽ അറസ്റ്റുണ്ട്. അർജുൻ. നികേഷ്, ഇപ്പോൾ 4 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ സ്ഫോടനം നടക്കുന്ന സമയത്ത് വീടിൻ്റെ മുകളിലായിരുന്നു ഈ പരിക്കേറ്റ 4 പേരും ഉണ്ടായിരുന്നെങ്കിൽ വീടിൻ്റെ താഴ്ഭാഗത്ത് അതിലധികം 6ഓളം പേരുണ്ടായിരുന്നു എന്നുള്ള നിഗമനത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് ഉണ്ടായിരുന്നത്. ഇവരാരൊക്കെയാണ് എന്നുള്ള അന്വേഷണം പോലീസ് ആദ്യഘട്ടം മുതൽ തന്നെ നടത്തുന്നുമുണ്ടായിരുന്നു. ആ സ്ഫോടനം നടക്കുന്ന സമയത്ത് താഴെ ഉണ്ടായിരുന്ന, അതായത് പരിക്കേൽക്കാതെ സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടവരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. 4 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അരുൺ, അതുൽ, ഷിബിൻലാൽ, സായൂജ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ സായൂജിനെ കോയമ്പത്തൂരിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പാലക്കാട് വെച്ചാണ് പോലീസ് പിടികൂടുകയും ചെയ്തത്. ബോംബ് നിർമ്മാണ സമയത്ത് ഇവർ ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും സംഭവത്തിൻ്റെ ഭാഗമായി കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. പരിക്കേറ്റ 4 പേർക്ക് പുറമെ, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 4 പേർക്ക് പുറമെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന 4 പേർ കൂടി ഇതിൻ്റെ ഭാഗമായി പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു. എന്തായാലും കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം നടക്കുമെന്നുള്ള കാര്യമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. കമ്മീഷണർ അജിത് കുമാറിൻ്റെയും ACP KV വേണുഗോപാലിൻ്റെയും നേതൃത്വത്തിൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അർജുൻ കല്യാട്. 4 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. വിവിധയിടങ്ങളിൽ നിന്നാണ് പോലീസ് ഇവരെ പിടികൂടിയത്. പലരും രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഗൗരവമുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്.